കോടതിയിൽ സിദ്ദിഖിന്റെ അപേക്ഷ വന്ന വേളയിൽ ഉണ്ടായ നാടകീയമായ ചില സംഭവ വികാസങ്ങളെ കുറിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലെ അത്തരം വിവരങ്ങൾ, അവിടെ അരങ്ങേറിയ നാടകീയമായ ചില രംഗങ്ങളെക്കുറിച്ച്, സർക്കാർ കാണിച്ച ഒരു കൊടും ചതിയെക്കുറിച്ച് സുപ്രീം കോടതിയിലെ ഒരു അഭിഭാഷക നമ്മളോട് പറയുകയുണ്ടായി. അതായത് സുപ്രീം കോടതിയിൽ നിന്ന് സിദ്ദിഖിന് ജാമ്യം കിട്ടാനായി ജാമ്യം കിട്ടുന്നതിന് എതിർക്കേണ്ട സർക്കാർ സുപ്രീം കോടതിയിൽ വാദിക്കേണ്ട വാദമുഖങ്ങൾ കടുത്ത പരാജയമായിരുന്നു. സർക്കാരിൻ്റെ വാദമുഖങ്ങൾ, സിദ്ദിഖിന് ജാമ്യം ലഭിക്കാൻ പാടില്ല എന്നുള്ള സർക്കാരിൻ്റെ വാദമുഖങ്ങൾ തികച്ചും പരാജയമായിരുന്നു എന്ന് സുപ്രീം കോടതിയിൽ കേസ് പരിഗണിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു അഭിഭാഷക നമ്മളോട് വെളിപ്പെടുത്തി. നടനെതിരെ ഒരു യുവ സിനിമാ താരം, അതിജീവിത ഒരു പെൺകുട്ടി, അദ്ദേഹം തന്നെ ഏതാണ്ട് ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ ഹോട്ടലിൽ വെച്ച് തന്നെ മാനസികമായും ശാരീരികമായും തളർത്തുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തു എന്നൊരു കുറ്റം വരികയുണ്ടായി. അങ്ങനെ ആരോപിക്കപ്പെട്ട നടൻ സിദ്ദിഖ് ആണിത്. അങ്ങനെ നടൻ സിദ്ദിഖ് അദ്ദേഹം AMMA എന്ന സംഘടനയിൽ നിന്ന് രാജിവെക്കുന്നു. അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം രാജിവെക്കുന്നു. ഇന്ന് ഇവിടെ സുപ്രീം കോടതി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം നൽകുന്ന അവസരത്തിൽ, ഈ അവസരം വരെ കൊണ്ടെത്തിക്കുന്നത് വരെ ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്ന സമയത്ത് കേരള സർക്കാരിൻ്റെ പോലീസ് ഈ നടനുമായി കള്ളനും പോലീസും കളിക്കുകയായിരുന്നു. ഈ നടന് ഇപ്പോൾ ഭരണത്തിനിരിക്കുന്ന പാർട്ടിയുടെ ശത്രുപക്ഷത്തെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ആശയങ്ങളുമായി ഇഷ്ടമില്ലാതെ നിൽക്കുന്ന കോൺഗ്രസ് എന്ന രാഷ്ട്രീയ സംഘടനയുമായി ബന്ധമുള്ള ആളാണ് എന്നുള്ളത് ഒരു വശം. ഏതായാലും ഈ നടൻ ഒരു ഒളിവ് ജീവിതമായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. കള്ളനും പോലീസും കളിച്ച് പോലീസ് ഇന്ന് വരെ അദ്ദേഹത്തെ പിടിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് ഇന്ന് ജാമ്യം കിട്ടുന്നത് വരെ എത്തിയിരിക്കുന്നു. ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂഷൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സർക്കാരിന് വേണ്ടി വാദിച്ച വക്കീൽ വാദിച്ചതിൻ്റെ പരാജയമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ. അതായത് സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷയുമായി കോടികൾ മുടക്കി സിദ്ദിഖിന്റെ വക്കീൽ വന്നിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ നടനെ അറസ്റ്റ് ചെയ്യാനും അദ്ദേഹത്തിന് ലുക്കൌട്ട് നോട്ടീസൊക്കെ ഇറക്കിയ സർക്കാരാണ്. ഈ സർക്കാരിന്റെ വക്കീലിന്റെ പെർഫോമൻസ് സുപ്രീം കോടതിയിൽ പരമദയനീയമായത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ നടന് ഇന്നിപ്പോൾ ഈ ജാമ്യം കിട്ടിയിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് സുപ്രീം കോടതിയിൽ വളരെ പുവർ പെർഫോമൻസ് ആയിരുന്നു കേരള സർക്കാരിൻ്റെ പബ്ലിക് പ്രോസിക്യൂഷൻ വിഭാഗത്തിൻ്റെ വാദം. സർക്കാരിൻ്റെ വാദം വളരെ മോശമായിരുന്നു. അതായത് ഈ നടിക്ക് സംഭവിച്ച പ്രശ്നങ്ങളോ ഈ അതിജീവിതയ്ക്ക് പറ്റിയ വിഷയങ്ങളോ അതിന്മേലുണ്ടായ പ്രശ്നങ്ങളോ സിദ്ദിഖിൻ്റെ മേലുള്ള കുറ്റാരോപണങ്ങളോ ഒന്നും ആയിരുന്നില്ല അവിടെ ഈ പറയുന്ന സർക്കാരിൻ്റെ വക്കീൽ വാദിച്ചത്. അതായത് സർക്കാരിന് നല്ല രീതിയിൽ ഈ കേസ് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. അതായത് അവിടെ സംസാരിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങളുമൊക്കെ ആയി അവരിങ്ങനെ ചർച്ച മറ്റു തലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതായത് പൊതുപരാമർശങ്ങളൊക്കെ ഒഴിവാക്കി വളരെ സ്പെസിഫിക് ആയിട്ട് ഒഴിവാക്കിയിട്ട് കേസിൻ്റെ വിവരങ്ങൾ, അതായത് ഈ പെൺകുട്ടി അതിജീവിതയായ ഈ പെൺകുട്ടിക്കുണ്ടായ വിഷയങ്ങൾ കോടതിയെ വേണ്ട രീതിയിൽ ധരിപ്പിക്കുന്നതിൽ ഇവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി അവിടെ സുപ്രീം കോടതിയിൽ പ്രത്യക്ഷപ്പെട്ട വക്കീൽ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എതിർഭാഗത്ത് സിദ്ദിഖിന് ഈ ജാമ്യം കിട്ടിയത്. അത് സർക്കാർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ടാവുകയാണ്. കേരളത്തിലെ പൊതുസമൂഹത്തിന് മേലുണ്ടാകുന്ന ഈ ചോദ്യം, അതായത് കോടതിയിൽ ഉണ്ടായ ഇവരുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വാദം പരാജയമായിരുന്നു എന്നുള്ളതിന്മേൽ സർക്കാരിന്
മറുപടി പറയേണ്ടതല്ലേ? സർക്കാർ അതിന് മറുപടി പറയേണ്ടതല്ലേ? അതായാലും സിദ്ദിഖിന് ജാമ്യം കിട്ടാൻ, സിദ്ദിഖ് ഒരു പ്രതിയാണെന്നറിഞ്ഞ് ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചപ്പോൾ അദ്ദേഹത്തിനെ പിടിക്കാൻ അമാന്തം കാണിച്ച പോലീസിൽ തുടങ്ങി ഇന്ന് ജാമ്യം കിട്ടുന്നത് വരെ കേരള സർക്കാർ ആരുടെ കൂടെയാണ്, ആർക്ക് വേണ്ടിയാണ് എന്നുള്ളത് പൂർണ്ണമായി ബോധ്യമാകുന്നു. അമ്പേ പരാജയപ്പെട്ട ഈ പ്രോസിക്യൂഷൻ നടപടിയുടെ ഭാഗമായിട്ട് ആണ് ഇന്ന് സിദ്ദിഖിന് ജാമ്യം കിട്ടിയത് എന്ന് നമ്മൾ കേരള സമൂഹം ധരിക്കേണ്ടി വരും. അതാണ് നമുക്ക് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടുന്ന വിവരം. നന്ദി, നമസ്കാരം.